പാപ്പച്ചനെ കൊന്നതോടെ ലക്ഷങ്ങൾ പോക്കറ്റിലായെന്ന് കരുതി ഒളിവിൽ ജീവിതം ഗുണ്ടകൾക്കൊപ്പം ആഘോഷമാക്കി പ്രതികൾ. കൊച്ചിയിലെത്തിച്ചു തെളിവെടുപ്പ്. കൊല്ലം ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി റിട്ടയർഡ് BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ഒളിവിലും ജീവിതം ആഘോഷമാക്കി. ലക്ഷങ്ങൾ പോക്കറ്റിലായെന്ന് കരുതിയാണ് ഇവർ ഒളിവിലും താമസമാക്കിയത്. ഒന്നാം പ്രതി പോളയത്തോട് സ്വദേശി അനിമോൻ, അഞ്ചാം പ്രതി ഹാഷിഫുമാണ് ദൗത്യത്തിനു ശേഷം ആഘോഷത്തിനും ഒളിവു താമസത്തിനുമായി പോയത്. കൊച്ചിയിൽ വൈറ്റില തമ്മനത്തുമാണ് പ്രതികൾ താമസിച്ചത്. കൊലപാതകത്തിന് ശേഷം 2 ദിവസം കൊച്ചിയിൽ നിശാജീവിതം ആസ്വദിക്കാനും ഗുണ്ടാ സംഘത്തിലെ ചില സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാനും സമയം ചെലവഴിച്ചു. വിവിധ ജില്ലകളിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് പ്രത്യേക തലവന്മാരുണ്ടെങ്കിലും തമ്മനം ആസ്ഥാനമായ ചില മിക്ക സംഘങ്ങളുടെയും പൊതു സുഹൃത്തുക്കളാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധം പ്രശ്നമുണ്ടാകുമ്പോൾ പലരും തമ്മനത്തെ സുഹൃത്തുക്കളോട് അടുത്തേക്ക് എത്താറുണ്ട്. കൊലപാതകത്തിന് മുമ്പും ശേഷവും അനിമോൻ തമ്മനത്തെ ഹോട്ടലിൽ വന്നതായി സൂചനയുണ്ട്. അനിമോനാണ് തമ്മനത്തെ കൂടുതൽ ബന്ധങ്ങളുള്ളത്. അടയാളം പറഞ്ഞു തരാൻ 4-ാം പ്രതി അനൂപിനെ മുമ്പിൽ അയച്ച ശേഷം പാപ്പച്ചൻ്റെ സൈക്കിളിനു പിന്നിൽ കാർ ഇടിച്ചു നടത്തിയ കൊലപാതകം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു അനിമോൻ കരുതിയത്. അടുത്തെങ്ങും CCTVകൾ ഇല്ലാതിരുന്നതിനാലാണ് ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെൻറ്ററിന് സമീപമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത്. എന്നാൽ ഏറെ അകലെയുള്ള ഒരു വീട്ടിലെ CCTV ക്യാമറയുടെ ദൂരക്കാഴ്ചയിൽ കാറിൻ്റെ ദൃശ്യം വന്നതാണ് അനിമോൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയത്. സൈക്കിൾ യാത്രികനായ വയോധികൻ അപകടത്തിൽ മരിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി കേസെടുത്തു. അനിമോനെ ജാമ്യത്തിൽ വിട്ടിരുന്നു. പാപ്പച്ചൻ്റെ മരണശേഷം മക്കൾ നൽകിയ പരാതിയെ തുടർന്ന് അനിമോനും സരിതയുമായുള്ള ഫോൺ വിളികൾ മുൻകാല പരിചയവും പോലീസ് വിലയിരുത്തി. തുടർന്ന് തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെല്ലാം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതേസമയം പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലം ഈസ്റ്റ് CI അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ 8 SIമാരെയും ഒരു ASCയെയും ഉൾപ്പെടുത്തി 15-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ച് 3 സീനിയർ CPOമാരും 2 CPOമാരും ഉൾപ്പെട്ടതാണ് സംഘം. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടാണ് കേസിൻ്റെ അന്വേഷണം പുരോഗതി വിലയിരുത്തുന്നത്. 5 പ്രതികളുടെ 4 സ്റ്റേഷനുകളിലായി വെവ്വേറെ പാർപ്പിച്ച് മൊഴിയെടുക്കുകയായിരുന്നു. ഇതുവരെ ചെയ്തതും വരും ദിവസങ്ങളിൽ ഇന്നേ വരെ ഒന്നിച്ചിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും സെപ്റ്റംബർ 7-നാണ് പഴുതുകളില്ലാത്ത കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഓരോ ദിവസത്തെയും അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം ആവശ്യമെന്ന് കണ്ടാൽ നിലവിലുള്ള സംഘത്തോടൊപ്പം കൂടുതൽ പേരെ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട്. 5 പ്രതികളും വ്യാജരേഖകൾ ഉപയോഗിച്ച് സിമ്മുകൾ സംഘടിപ്പിച്ച ശേഷമാണ് കൃത്യം നടത്തിയതെന്ന് സംശയമുണ്ട്. അഭിഭാഷകയായ സരിത ക്രിമിനൽ ബുദ്ധിയുള്ളയാളെന്ന് പോലീസ് വിലയിരുത്തുന്നത്. കേസിൽ ഇന്നലെ കൊട്ടേഷൻ സംഘങ്ങളിൽ 2 പേരെ കൊച്ചിയിലെ ഹോട്ടലിൽ തിങ്കളാഴ്ച എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേസിലെ 1ഉം 5ഉം പ്രതികളായ പോളയത്തോട് FFRA 12 അനിമോൻ, മൻസിലിൽ അനിമോൻ 44, കൊലപാതകത്തിന് ഉപയോഗിച്ച കാർ വാടകയ്ക്ക് നൽകിയ പോളയത്തോട് ശാന്തിനഗർ കോളനി 33 സൽമ മൻസിൽ ഹാഷിഫ് 27 വയസ്സ് എന്നിവരാണ് കൊച്ചി തമ്മനത്തെ ഹോട്ടലിൽ എത്തിച്ച് തെളിവ് ശേഖരിച്ചത്. ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ തെളിവെടുപ്പ് 4 മണി വരെ നീണ്ടു. പാപ്പച്ചൻ്റെ കൊലപാതകത്തിന് ശേഷം ഇവർ ഇവിടെ എത്തിയിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് തെളിവെടുപ്പ്. ഇരുവരെയും ലോഡ്ജ് മാനേജർ തിരിച്ചറിഞ്ഞു. ഇവർ നൽകിയ ആധാർ രേഖകളടക്കം പോലീസ് കണ്ടെടുത്തു. SI ദീപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച രാവിലെ 5-നാണ് കൊച്ചിയിലെ പ്രതികളുമായി പോയത്. പരിശോധനയ്ക്ക് ശേഷം കൊല്ലത്ത് മടങ്ങിയെത്തി. സംഭവം നടന്ന ആശ്രാമത്തെ ശ്രീനാരായണ കൺവെൻഷൻ സെൻറ്റർ പരിസരം, നഗരത്തിലെ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതികളുമായി ചൊവ്വാഴ്ച പോലീസ് തെളിവെടുപ്പ് നടത്തും.